ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഞ്ഞിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. നല്ല പുളിയും എരിവും പപ്പടത്തിൻ്റെ ടേസ്റ്റും കൂടി ചേർന്ന് അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചമ്മന്തിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നതിനായി ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 പപ്പടം, 5 വറ്റൽമുളക്, 1/2 കപ്പ് നാളികേരം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 12 എണ്ണത്തോളം ചെറുള്ളി, പിന്നെ കുറച്ച് വേപ്പില കൂടി എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ പപ്പടം ഇതുപോലെ ചെറുതാക്കി മുറിച്ചാണ് വറുത്തെടുക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇനി പപ്പടം വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ചെറുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും മുളകും കളറൊക്കെ മാറി ഇതുപോലെ വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വഴറ്റിയെടുത്ത ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേപ്പിലയും വാളൻ പുളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് നാളികേരം ചിരവിയതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഇത് ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോവേണ്ടതില്ല, ഈ ഒരു പരുവത്തിൽ ഒതുക്കിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച പപ്പടം കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുത്ത ശേഷം വറുത്ത് വെച്ച ബാക്കി പപ്പടം കൂടി ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല നാടൻ പപ്പട ചമ്മന്തി റെഡി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചോറുണ്ണുമ്പോൾ സൈഡ് ഡിഷായിട്ട് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ പപ്പട ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.